അടിപൊളി ഡയബറ്റിക് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ആവശ്യത്തിന് ഉഴുന്ന് മാവ് എടുക്കുക, തലേ ദിവസമേ വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ, ഒന്ന് കുതിരാനായിട്ട്. അപ്പോൾ രാവിലെ എടുക്കുക, മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചതേ മാവായി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ അകത്ത് നിറച്ച് ഇതുപോലെ ദ്വാരം വീണ് കാണാം. അപ്പോൾ ആവശ്യത്തിന് മാവ് കോരിയെടുക്കുക, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അടുത്ത ദിവസത്തേക്കായിട്ട് മാറ്റി വയ്ക്കുക. എത്ര തവി മാവ് എടുത്തോ നിങ്ങൾ, അത്രയും തവി തന്നെ എന്തെടുക്കുക, റാഗിപ്പൊടി എടുക്കുക. റാഗിപ്പൊടിയും ഉപ്പും കൂടെ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഡലിയുടെ കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. തിക്കായിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റാവാനായിട്ട് വയ്ക്കാം. നിർബന്ധമൊന്നുമില്ല, പക്ഷെ അങ്ങനെ വെച്ചാൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ആവശ്യമുള്ളവർക്ക് ഇതിൽ ഈസ്റ്റ് ഇടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കിണ്ണം, ഇത് ഇന്നലെ മേടിച്ചതാട്ടോ, നല്ല കുഞ്ഞു കിണ്ണമാണേ. ഈ കിണ്ണത്തിൽ നമുക്ക് വെള്ളവും എണ്ണയും കൂടെ ഒരുമിച്ച് തൂക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഇഡലി മാവ് അതിലേക്ക് കോരി വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഒരു 15 മിനിറ്റ് അത് ആവി കയറിക്കോട്ടെ. അത് കഴിയുമ്പോൾ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വന്നെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നന്നായി തണുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ചാൽ മതി. അതിൽ നിന്ന് വിട്ട് പോരുന്നത് നമുക്കറിയാൻ പറ്റും. ഇത് നമുക്ക് നല്ല സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ തീയലിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നിങ്ങളിത് കഴിച്ചു നോക്കിയേ, നിങ്ങളുടെ ഡയബറ്റീസ് എന്നുള്ളത് പമ്പ അടക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഭയങ്കര വേരിയേഷൻ HbA1cയിൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യൂ, എന്നിട്ട് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്.